സുഹൃത്തുക്കളെ, പരിസ്ഥിതി നിലപാടുകളെ വിമർശിക്കുന്നതിന് കേരളത്തിലൊരു വേദി കിട്ടുക ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഒരാൾക്ക്. ഈ ഫേസ്ബുക്കിലൊക്കെയുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴികെ ആരും അതിന് തയ്യാറായും കാണുന്നില്ല. കാരണം ഈ പരിസ്ഥിതി വിരുദ്ധൻ എന്നുള്ള ചാപ്പ ആധുനിക സമൂഹത്തിൽ കൊണ്ടു നടക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ കുറച്ച് വേഗം പോകും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. സ്വീഡിഷ് ഫിസിഷ്യനായ ഡോക്ടർ ഹാൻസ് റോസ്ലിങ്ങിൻ്റെ കൃതിയാണിത്, ഫാക്റ്റ്ഫുൾനെസ്. ഈ പ്രസൻറ്റേഷൻ്റെ കോർ ഐഡിയ ചിട്ടപ്പെടുത്താൻ എന്നെ ഇത് സഹായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇൻ്റർനാഷണൽ ഹെൽത്താണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അതിലൂടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കുമൊക്കെ കടന്നു ചെല്ലുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മരണമൊഴി കൂടിയാണ് എന്ന് പറയാം. കാരണം ക്യാൻസർ ബാധിച്ച് ഇനി ജീവിതം ഏറെ ബാക്കിയില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ രചന ആരംഭിക്കുന്നത്. ആസ്പത്രി കിടക്കയിൽ വെച്ചാണ് ഇതിൻ്റെ പ്രൂഫ് റീഡിംഗ് നടത്തുന്നത്. ഈ ലോകത്തെക്കുറിച്ച് എത്രമാത്രം തെറ്റായ ധാരണകളാണ് സമൂഹം വെച്ച് പുലർത്തുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. തനിക്ക് കിട്ടിയ ഉന്നതങ്ങളായ പോളിസി മേക്കേഴ്സ്, ഗ്ലോബൽ പോളിസി മേക്കേഴ്സ് ഉള്ള ഒരുപാട് വേദികളിൽ അദ്ദേഹം കുറെ ചോദ്യങ്ങൾ അവതരിപ്പിക്കും. അതിന് അദ്ദേഹത്തിന് കിട്ടിയ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 30%. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ABCD എന്ന 4 ചോയ്സുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ചിമ്പാൻസിക്ക് പരിശീലനം കൊടുത്തിട്ട് അതിനോടാണ് ഞാൻ ഈ 20 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതെങ്കിൽ പോലും എനിക്ക് ഈ സ്കോർ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ പ്രസന്റേഷന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഡേറ്റ മിക്കവാറും പ്രധാനമായി അവർ വേൾഡ് ഇൻ ഡേറ്റ എന്ന സയന്റിഫിക് ഓൺലൈൻ പബ്ലിക്കേഷനിൽ നിന്നാണ്. ഇത് ജർമ്മൻ ഫിലോസഫറും എക്കണോമിസ്റ്റുമായ ഡോക്ടർ മാക്സ് റോസറാണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം ഓക്സ്ഫോർഡിലെ അധ്യാപകനാണ്. അവിടുത്തെ ഒരു ടീമാണ് ഇതിൻ്റെ ഗവേഷണം നടത്തുന്നത്. ഇവരുടെയും ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അസമത്വങ്ങളും ദാരിദ്ര്യവും തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിലുള്ള ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ ലോകം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്, പക്ഷേ അത് നന്നാവുന്നുണ്ട്, അതിനെ നമുക്ക് ഇനിയും നന്നാക്കാൻ കഴിയുമെന്നതാണ്. അതിന് പക്ഷേ നമുക്ക് ഈ ലോകത്തെക്കുറിച്ച്, ഇന്നത്തെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു ചിത്രം വേണം. അത് ഡേറ്റകളിലൂടെ സാധിക്കൂ എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ആശ്രയിച്ചിട്ടുള്ള ഒരു പുസ്തകം പാത്വേസ് ഔട്ട് ഓഫ് ദ പോളി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ലോക ബാങ്കിന്റെ റിപ്പോർട്ടാണ് 2024. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഈ ഡേറ്റകള് ഞാൻ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ക്രോസ് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഡേറ്റകളിൽ ഒരു 25% വരെ തെറ്റ് വന്നാലും അത് എൻ്റെ നിലപാടുകളെ നിരാകരിക്കില്ല എന്നുറപ്പുള്ള ഡേറ്റ മാത്രമേ ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. ഡേറ്റയെക്കുറിച്ചുള്ള എൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ഇതാണ്: എനി ഡേറ്റ ഈസ് ബെറ്റർ ദാൻ നോ ഡേറ്റ. ഡേറ്റ ഇല്ലാത്തതെല്ലാം സൂപ്പർസ്റ്റിഷൻ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഇത്തിരി എക്സാജറേഷൻ ഉണ്ട്. ഇത്തിരി എക്സാജറേഷൻ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ ലോകത്തിൽ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു 75% ഇത് ശരിയായാൽ തന്നെ ഐ ആം സാറ്റിസ്ഫൈഡ്. നമ്മുടെ പരിസ്ഥിതി കാഴ്ചപ്പാടിൻ്റെ ഒരടിസ്ഥാന പ്രമാണമാണ് വനം. നമ്മൾ അതിനെക്കുറിച്ച് പൊതുവെ നമ്മുടെ പരിസ്ഥിതി കാഴ്ചപ്പാടുകളൊക്കെ തന്നെ പെസിമിസ്റ്റിക് ആണ് എന്ന് പറയാം. ഒക്കെ നശിച്ചു പോയി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ലോകം മുഴുവൻ വനമായിരുന്നു. അത് ഇന്ന് മനുഷ്യന്റെ ദുര അത് മുഴുവൻ നശിപ്പിച്ചു, ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയാം. വയനാടിനെ കുറിച്ച് അത് തന്നെ പറയും.
വയനാട് മുഴുവൻ കാടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ എന്ന് കുറേ ആളുകൾ വന്ന് അത് മുഴുവൻ വെട്ടി നശിപ്പിച്ചു എന്നൊരു പൊതുബോധം നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ ഇത് രണ്ടും ചരിത്രത്തിനോ അല്ലെങ്കിൽ പരിണാമത്തിനോ നിരക്കുന്ന കാഴ്ചപ്പാടുകളല്ല. കൃഷി ആരംഭിക്കുന്ന സമയത്ത് ലോകത്തിൽ 57% വനമുണ്ടായിരുന്നത്, 42% വൈൽഡ് ഗ്രാസ് ലാൻഡും കുറ്റിക്കാടുകളും, 1% അൺസേർട്ടാനിറ്റി. ഇന്ന് ഇവരുടെ കണക്കനുസരിച്ച് 38% വനം അവശേഷിക്കുന്നുണ്ട്, 14% കുറ്റിക്കാടുകളും പുൽമേടുകളും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ 52%, 1% നമ്മുടെ നിർമ്മിതികൾ. അപ്പൊ മനുഷ്യൻ തരം മാറ്റിയതെന്ന് പറയുന്നത് ഈ 10,000 കൊല്ലം കൊണ്ട് നമ്മൾ തരം മാറ്റിയത് 47%. പക്ഷെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കിൽ അവരിങ്ങനെ മൊത്തം പറയുന്നില്ല, 31% വനം അവശേഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 25% വ്യത്യാസം അതിനകത്ത് കാണാം. എന്തായാലും വനം മൊത്തം പോയിട്ടില്ല. ഒരു 50-54% ഭൂമിയാണ് മനുഷ്യൻ തരം മാറ്റിയിട്ടുള്ളത് എന്നൊരു അടിസ്ഥാന വസ്തുത നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ ഈ 31% അല്ലെങ്കിൽ 38% വനം അവശേഷിക്കുന്നുണ്ട്. അത് എവിടെയാണുള്ളത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ, അതായത് ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ആ ചിത്രത്തിലുള്ളത്. ഈ ലോകത്തിലുള്ള വനത്തിൻ്റെ 50% 5 രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതായത് ഏറ്റവും കൂടുതലുള്ള റഷ്യ, രണ്ടാമത് വരുന്നത് ബ്രസീല്, മൂന്നാമത് വരുന്നത് കാനഡ, നാലാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അഞ്ചാമത് ചൈന. ഇത് നമ്മൾ 10 രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 66% വരും. 34% വനമാണ് ബാക്കി 185 രാജ്യങ്ങളുടെ അധീനതയിലുള്ളത് എന്ന് ഓർക്കണം. ഇന്ത്യ 10ാം സ്ഥാനത്താണ്. നമുക്ക് 1.8% വനമാണ് ആഗോള വനത്തിന്റെ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് ഈ 2021 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു രേഖയാണ്. ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടത്തിയിട്ടുള്ള ചൈനയാണ്, രണ്ടാമത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ വനം മുഴുവൻ നശിപ്പിക്കുന്നു എന്നാണ് പൊതുവെ പറയാം. ഇന്ത്യ ആയാലും കേരള ആയാലും വയനാടാണെങ്കിലും വ്യാപകമായി വനനശീകരണം നടത്തുന്നു എന്നാണ് നമ്മൾ പറയാം. വസ്തുതകൾ പരിശോധിച്ചാൽ അത് അങ്ങനെയല്ല, വനവൽക്കരണമാണ് ഈ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചുവന്ന് കാണുന്നുണ്ടല്ലോ, കടും ചുവപ്പിൽ കാണുന്ന പ്രദേശം, അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്നത്. അത് ബ്രസീലാണ്. ലോകത്തിന്റെ ശ്വാസകോശം, ആമസോൺ വനങ്ങൾ, അവിടെയാണ് ഒരു ഭീമമായ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ അവരെ കല്ലെറിയുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇവരെന്താ ഇത്രമാത്രം പരിസ്ഥിതി വിരുദ്ധരായി പോകാനുള്ള കാരണം? ഈ ആമസോൺ ഉള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത്ര പരിസ്ഥിതി വിരുദ്ധരായി പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ബ്രസീല് ഒരു ഡെവലപ്പിംഗ് എക്കോണമിയാണ്. അവരുടെ എക്കോണമി നിലനിർത്തുന്നത് ഈ 3 സാധനങ്ങളെ ആശ്രയിച്ചാണ്. ബീഫ്, സോയാബീൻ, ഷുഗർ. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്. അപ്പോ ഇനി നമുക്ക് അവരുടെ രാജ്യത്തേക്കൊന്ന് പോയി നോക്കിയാൽ 2ാം സ്ഥാനമാണ് വനത്തിൽ. നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത്, മൊത്തം ഏരിയ എന്ന് പറയുന്നത് 3.3 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ്. ഈ ബ്രസീലിൽ വനം മാത്രം 5 മില്യൺ ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് 62% ഭൂമിയുടെ 62% കാടാണ്. അപ്പൊ കൃഷി ചെയ്യണമെങ്കിൽ കാട് വെട്ട് അല്ലാതെ യാതൊരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റുമോ, തൽക്കാലം നിങ്ങളുടെ എക്കോണമി ഒന്നും നിങ്ങൾ ചവിട്ടിപ്പിടിക്കുക, ഞങ്ങളുടെ ശ്വാസകോശം സംരക്ഷിച്ച് തരാൻ അവരോട് പറയാൻ പറ്റും? ഇനി നമ്മൾ അങ്ങനെ പറയാതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്കോണമിക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാം എന്ന് പറയാൻ പറ്റുമോ? പറയുന്നുണ്ടോ? അവര് കൊടുക്കാന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കുന്നില്ല. 2010 കാൻകുൻ സമ്മേളനത്തിൽ വെച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അവികസിത രാജ്യങ്ങൾക്ക് വേണ്ടി വികസിത രാജ്യങ്ങൾ ഓരോ വർഷവും $100 ബില്യൺ വീതം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിട്ടില്ല. അത് പോട്ടെ, നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കടം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ കടത്തിന്റെ പലിശയൊന്ന് ഇളവ് ചെയ്ത് തരുമോ? തരില്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ശ്വാസകോശം
സംരക്ഷിച്ച് തന്നേ പറ്റൂ. ഇതാണ് നമ്മുടെ പരിസ്ഥിതി കാര്യത്തില് അന്താരാഷ്ട്ര തലം മുതൽ ഇങ്ങ് വാർഡ് തലം വരെയുള്ള ആളുകളുടെ ഒരു പുതിയ, കേരളത്തിലെ വരെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് പൊതുവെ എന്ന് പറയാം. ഞാൻ പറഞ്ഞ ആ വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണ് ഇവിടെ പറയുന്നത്. അവർ ഈ ദാരിദ്ര്യത്തെ കുറിച്ച് ഒരുപാട് അലമുറ ഇടുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. പക്ഷെ അവസാനം അവരൊരു സെന്റൻസ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നമുക്ക് നീക്കാൻ കഴിയാത്തത്? കടം വാങ്ങിയ പൈസയുടെ പലിശ അടവാണ് ദരിദ്ര രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെക്കാൻ കഴിയുന്നില്ല എന്ന് ഇതേ ആളുകൾ തന്നെ ഒരു വശത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, ഇനി സൗത്ത് അമേരിക്കയില് ഈ കാട് നശിക്കുന്നതിന്റെ വേറെ കാരണങ്ങൾ നോക്കിയാൽ, ഈ ലോകത്തിലുള്ള മുഴുവൻ വനവും പൊതുമേഖലയിലൊന്നും അല്ല നമ്മുടെ നാട്ടിലുള്ളതുപോലെ. 30% വനം സ്വകാര്യ മേഖലയിലാണ്. അതായത് വ്യക്തികളും കോർപ്പറേറ്റുകളുമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ സ്വകാര്യ വനം ഉള്ളത് ഓഷ്യാനിയയിലാണ്, രണ്ടാമതുള്ളത് US-ലാണ്, മൂന്നാമതുള്ളത് സൗത്ത് അമേരിക്കയിലാണ്. 40% വനം അവിടെ സ്വകാര്യ മേഖലയിലാണ്. അവരത് ലാഭത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആമസോൺകാർ എന്ത് ചെയ്യും? അവർക്ക് ബാധ്യതയുണ്ട്. ആഗോള ജനതയുടെ ശ്വാസകോശം സംരക്ഷിച്ചു കൊടുക്കാൻ ബ്രസീലിന് ബാധ്യതയുണ്ടെന്നാണ് അവർ പറയാം. ഇത് നമ്മുടെ നാട്ടില് വന നശീകരണത്തിനെതിരെ ഒരുപാട് ബോധവൽക്കരണങ്ങളും നിയന്ത്രണങ്ങളും നിയമ നിർമ്മാണവും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മരക്കച്ചവടത്തിന്റെ കണക്കാണ്. 1960 മുതൽ 2024 വരെ ലോകത്തിലെ മരക്കച്ചവടം തീർച്ചയായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2024 അത് ഏറ്റവും കൂടുതലായത്. 400 കോടി ക്യൂബിക് മീറ്ററിന്റെ മരക്കച്ചവടം ലോകത്തിൽ നടക്കുന്നുണ്ട്. 576 ബില്യൺ US$. അത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ചൈനയാണ്, ഈ മരം എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടത്തുന്നത് ചൈനയാണ്, ഏറ്റവും കൂടുതൽ മരക്കച്ചവടം നടത്തുന്നതും അവരാണ്. അപ്പൊ അവിടെ അതിനുള്ള ഒരു ഒറ്റ വിശദീകരണമേ ഉള്ളൂ, ഡോണ്ട് മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീ. മരമല്ല വനം. അവരൊരു സ്ഥലത്ത് വനം നട്ടുപിടിപ്പിക്കുന്നു, വേറൊരു വശത്ത് മരം നട്ടുപിടിപ്പിച്ച് വെട്ടി കച്ചവടം ചെയ്ത് കാശ് വാങ്ങി. ഇതാണ് അവിടെ നടക്കുന്നത്. അവിടെ അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ചൈനയെ കുറിച്ച് മനസ്സിലാക്കണം. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 5ാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത്. 3/2 ഭാഗം വനമുണ്ട് ചൈനയിൽ. അവിടെ ഒരുപാട് ഭൂമിയും ഉണ്ട് അവർ. നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരക്കച്ചവടം ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള മരം ഇറക്കുമതി ചെയ്യുന്നത്. അതായത് നമ്മൾ വനനശീകരണം ഇറക്കുമതി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. 2011 മുതൽ 58,000 കോടി രൂപയുടെ മരമാണ് 2021 കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. അപ്പൊ എന്താ പ്രശ്നം? നമുക്കെന്താന്ന് വെച്ചാൽ 24% നമ്മുടെ വനം ഇന്ത്യയിൽ മാക്സിമം. പക്ഷേ ഈ ജൈവ കൃഷിയിൽ നിന്ന് മോചനം നേടിയതോടെ നമുക്ക് രാസവളവും കീടനാശിനിയും ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തതിന്റെ ഭാഗമായിട്ട് 30 കോടി ടൺ ധാന്യം ഒരു വർഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കൊല്ലത്തേക്ക് മാത്രമല്ല, 2 വർഷത്തേക്കുള്ള ബഫർ സ്റ്റോക്കും ഉണ്ട്, അത്യാവശ്യം കയറ്റുമതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? കൃഷി, ഭക്ഷണത്തിന് വേണ്ടി വനം നശിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ല. പക്ഷെ കേരളത്തിലേക്ക് വന്നാലോ, നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഇതാണ്, മരം ഒരു വരമാണ്, ജീവൻ കൊടുത്തു മരം സംരക്ഷിക്കണം എന്നുള്ള. റോഡ് പണിത് ചെല്ലുമ്പോൾ നടുക്ക് മരമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റോഡ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മരത്തിന് ചുറ്റും റോഡ് പണിയുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇവിടെ നമുക്ക് വൃക്ഷ ആയുർവേദമുണ്ട്. മരത്തിന് മുറിവേറ്റാൽ അതിന് ചികിത്സിക്കാനുള്ള ആളുകളുണ്ട്. അത് മാത്രമല്ല, മരത്തിനെ നമുക്ക് വേണ്ടി യൗവനം പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള ചികിത്സ വരെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഈ മരത്തിനെ കുറിച്ചുള്ള വേറൊരു കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഞാൻ BBC-യുടെ സഹായം തേടിയിട്ടുണ്ട്. മരത്തിനെ കുറിച്ച് കേരളത്തിൽ പറയുന്ന അത്ര സുഖകരമല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഇവരുടെയൊക്കെ സഹായം തേടുന്നത്. കുഡ് വുഡൻ ബിൽഡിങ്സ് ബി എ സൊല്യൂഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച്? വുഡ് കൊണ്ട്, മരം കൊണ്ട് വീടും ഫർണിച്ചറും ഉണ്ടാക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തിന് അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ടിമ്പർ സ്ട്രക്ചർ വുഡ് അലോ us to draw carbon from air and store it in our homes and offices. ഈ മരം എന്ന് പറഞ്ഞ അന്തരീക്ഷത്തിന്റെ പൂർണ്ണമായ സംഭാവനയാണ്. സെല്ലുലോസ് ആണ് വുഡ്. ഒരു കിലോ വുഡ് എന്ന് പറഞ്ഞാൽ 500 ഗ്രാം കാർബൺ അതിനകത്തുണ്ട്.
അപ്പൊ നിങ്ങൾ 1 കിലോ മരം കൊണ്ടൊരു സാധനം ഉണ്ടാക്കിയാൽ 500 ഗ്രാം കാർബൺ ഇതിനകത്തിരിക്കും. അത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നതാ. അപ്പൊ അതെ, ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, സ്റ്റീല് കൊണ്ട് നിങ്ങളൊരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ 4.5 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോകും. ആ സമയത്ത് മരം കൊണ്ടാണ് നിങ്ങൾ ഈ ഫർണിച്ചർ, ഈ ഫ്രെയിം ഉണ്ടാക്കുന്നതെങ്കിൽ 9 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് പോരും. അത് ഇവിടെ ഇരുന്നോളും. ഇതാണ് ബയോഫ്യൂവലിന്റെ തത്വം. ഇത് ലോകത്തിൽ മുഴുവൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിസ്ഥിതിയല്ല, കെമിസ്ട്രിയാണ്. പക്ഷെ നമുക്കിവിടെ അത് ബാധകമില്ല. നമുക്ക് പരിസ്ഥിതിയാണ് പ്രശ്നം, നമുക്ക് കെമിസ്ട്രി നമുക്ക് ബാധകമല്ല. ഇത് IPCC പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബയോമാസ് ഇൻ ഫോറസ്റ്റ് ഈസ് എ നോൺ പെർമനന്റ് എക്കോസിസ്റ്റം കാർബൺ പൂൾ. കാട്ടിലുള്ള മരം, അതിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുള്ള കാർബൺ എന്ന് പറയുന്നത് സ്ഥിരമല്ല. അത് ഏത് സമയത്തും തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന് വേണമെങ്കിൽ വേറെ വഴി നോക്കണം. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു പൊതുബോധം എന്താന്ന് പറഞ്ഞാല്, ഈ ആഗോളതാപനത്തിനുള്ള ഒരേ ഒരു കാരണം എന്താണ്? വന നശീകരണം. ഈ ആഗോളതാപനത്തിനുള്ള ഒരേ ഒരു പ്രതിവിധി എന്താണ്? അത് വനവൽക്കരണം. ഈ രീതിയിലേക്ക്, വാസ്തവത്തിൽ ഇങ്ങനെ ആരും പറയുന്നില്ലെങ്കിലും ഈ രീതിയിലേക്കാണ് നമ്മുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാടിന്റെ അവസ്ഥ പറഞ്ഞു. ഇനി നമുക്ക് മനുഷ്യന്റെ ഒരു സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കാം. കൃഷി തുടങ്ങുന്ന സമയത്ത് ഈ ഭൂമിയിൽ 5 ദശലക്ഷം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ 8200 ദശലക്ഷം ആളുകളുണ്ട്. നമ്മൾ എത്രയാ ഭൂമി നശിപ്പിച്ചത്? 50% ഭൂമിയാണ് നമ്മൾ നശിപ്പിച്ചത്. അതിനകത്ത് ഇപ്പൊ എന്താ അതിനകത്ത് സംഭവിക്കുന്നത്? 8200 ദശലക്ഷം മനുഷ്യര് ജീവിക്കുന്നുണ്ട്. അവരെവിടെയാ ജീവിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ 18% ഉണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും 18% ഉള്ളത്. ചൈനയിൽ 18% ഉണ്ട്. ഈ മനുഷ്യരുടെ 60% ഏഷ്യയിലാണുള്ളത്, 18% ആഫ്രിക്കയിൽ, 8% ലാറ്റിൻ അമേരിക്കയിലും കരീബിയയിലും. അപ്പൊ എത്രയായി? 85%. അതായത് ഈ സമ്പന്ന രാജ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശങ്ങളിൽ ലോക ജനസംഖ്യയുടെ വെറും 15% മാത്രമേ ഉള്ളൂ എന്നത് നമ്മുടെ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ബേസിക് ഡേറ്റ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഈ ജീവലോകത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ബയോമാസ് ആണ് അവിടെ എടുക്കുക. ജീവലോകത്തിന്റെ എക്സ്റ്റെന്റ് കണക്കാക്കുന്ന ബയോമാസ് വെച്ചിട്ടാണ്. 82% സസ്യങ്ങളാണ് ഈ ജീവലോകത്തിൽ, 13% ബാക്ടീരിയ. അപ്പൊ എത്രയും 98%. ബാക്കി 2%ലാണ് ഈ ബാക്കിയുള്ള ആർത്രോപോഡ, ഫിഷ്, ഇങ്ങനെയുള്ള സകലമാന സാധനങ്ങളും വരുന്നത് എന്ന് ഓർക്കണം. ഇവിടെ ഒരു 2 പരിസ്ഥിതി കാഴ്ചപ്പാടുകളെ കുറിച്ച് കൂടി ഒന്ന് ഓടിച്ചു പറയേണ്ടതുണ്ട്. ഭൂമി മനുഷ്യൻ്റേത് മാത്രമല്ല എന്നാണ് ഒരു വാദം. ശരിയാണത്. പക്ഷെ അങ്ങനെ ആണെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? ഭൂമി മനുഷ്യൻ്റേത് മാത്രമാണെന്ന് ആരെയും പറയുന്നുണ്ട്? അങ്ങനെ ആരും പറയുന്നില്ല. കാരണം നമ്മൾ ചരിത്രാതീത കാലം മുതൽ നമ്മൾ സസ്യ വൃക്ഷ ആരാധനയും അതുപോലെ മൃഗാരാധനയും പരിചയിച്ച് വന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇപ്പൊ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ ആരാധനകള് ശാസ്ത്രീയവും ജനാധിപത്യപരവുമായി വിപുലമായ ഒരു അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോഴും 50% ഭൂമി തരമാറ്റാതെ നിലനിർത്താൻ കഴിയുന്നത്. പക്ഷെ അതിന്റെ ഗുണം മാറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട്, ഒരു പരിസ്ഥിതി ദർശനം വളർന്നു വരുന്നത് അപകടകരമായ ഒരു പരിസ്ഥിതി ദർശനമാണെന്നാണ് ഞാൻ പറയാ. മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഇരപിടിയർ. മനുഷ്യനെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു പരിസ്ഥിതി കാഴ്ചപ്പാട് ആഗോള തലത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അത് ഇപ്പൊ അതിന്റെ പ്രൊപ്പണന്റ് ഇപ്പൊ യുവാൽ നോവ ഹരാരിയാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മാൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിഡേറ്റർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. അത് വെറുതെ ഒരു വാചകം പറയല്ല ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ കൃതിയുടെ ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ സാപ്പിയൻസ് എന്ന കൃതിയിലെ കേന്ദ്ര പ്രമേയമാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന വാദഗതികളൊക്കെ തന്നെ അശാസ്ത്രീയമാണ്, പരിണാമത്തിന് നിരക്കുന്നതല്ല, ചരിത്രത്തിന് നിരക്കുന്നതുമല്ല. അപ്പൊ ആ 2 കാഴ്ചപ്പാട്. ഇനി നമുക്ക് ഈ മാമലുകളെ ഒന്ന് ചിട്ടപ്പെടുത്തി നോക്കാം. ഭൂമിയിലെ മാമലുകൾ ബയോമാസാണ് കേട്ടോ കണക്കാക്കുന്നത്, എണ്ണ എടുക്കുന്നതിൽ കാര്യമില്ല.
ഭൂമിയിൽ ഇന്ന് അവശേഷിച്ചിട്ടുള്ള മാമലുകളിൽ 34% നമ്മളാണ്, മനുഷ്യരാണ്. 62% നമ്മുടെ വളർത്തുമൃഗങ്ങളാണ്. അപ്പൊ എത്ര ശതമാനമായി? 96% മെമേലിയൻ ബയോമാസ് മനുഷ്യനും മനുഷ്യന്റെ വളർത്തുമൃഗങ്ങളും കൂടി ഒക്യുപ്പൈ ചെയ്യുന്നു. 31 നമ്മൾ തരം മാറ്റിയ ഭൂമിയിൽ 15% കാട്, കൃഷിയിടങ്ങൾ. 31% മേച്ചിൽപ്പുറങ്ങളാണ്. അപ്പൊ ഇതാണ് ഈ 96%. ഇപ്പൊ അതായത് ഈ തരം മാറ്റിയ 50% ഭൂമിയിലാണ് ഈ 96% മാമലുകളും ജീവിക്കുന്നത്. ബാക്കിയുള്ള 4% മാമലുകളിൽ 2% കടലിലാണ്. അവിടെ നമ്മൾ വലിയ കാര്യമായിട്ട് നമുക്ക് തരം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഗുണം മാറ്റിയിട്ടുണ്ട്. കടലിലാണ് ബാക്കിയുള്ള 4%-ൽ 2% ഉള്ളത്. അപ്പോ ഇനിയുള്ള 2% വൈൽഡ് മാമൽസ്, 50% ഭൂമി നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കത്തക്ക വിധം നമ്മുടെ ഈ 8200 മില്യൺ ഭാരം കൊണ്ട് ഞെരുങ്ങുന്ന ഭൂമിയിൽ നമ്മൾ അത്രമാത്രം പരിസ്ഥിതി സൗഹൃദത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വളർത്തുമൃഗങ്ങളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഒരു വർഷം നമ്മൾ കഴിക്കുന്ന മാംസം എത്രയാണെന്ന് പറഞ്ഞാൽ 35 കോടി ടണ്ണാണ്. അതിൻ്റെ ഒരു കണക്കുണ്ട് ഇവിടെ. ഏഷ്യ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരു കണക്കുണ്ട്. ഈ ഇന്ത്യയിൽ 70% ആളുകളും മാംസം കഴിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ കിലോഗ്രാം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഇന്ത്യക്കാരൻ 14 കിലോ മാംസമാണ് ഒരു വർഷം കഴിക്കുന്നതെങ്കിൽ ഗ്ലോബൽ ശരാശരി 63 കിലോയാണ്. 154 കിലോ വരെ കഴിക്കുന്ന ആളുകൾ ഈ ലോകത്തിൽ ഉണ്ട്. ഒരു വർഷം നമ്മൾ എത്ര ജീവികളെ കശാപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു വൈൽഡ് ഗസ് നടത്താൻ പറ്റുമോ നിങ്ങൾക്ക്? 10,000 കോടി ജീവികളെ നമ്മൾ ഒരു വർഷം ഭക്ഷണത്തിന് വേണ്ടി കശാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ആകാശഗംഗയിലുള്ള അത്ര നക്ഷത്രങ്ങളുടെ അത്ര ജീവികളെ നമ്മൾ ഒരു കൊല്ലം കശാപ്പ് ചെയ്യുന്നുണ്ട് വർഷം തോറും. അതിൽ 7,500 കോടി പക്ഷികളാണ്. അതായത് ഒട്ടകപ്പക്ഷി മുതൽ പ്രാവ് വരെയുണ്ട്. ഇതൊക്കെ ഓരോ രാജ്യങ്ങളുടെ സ്പെഷ്യലൈസേഷനാണ് കേട്ടോ. 2,500 കോടി മാമലുകളെയാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു വർഷം കശാപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു കണക്കെടുക്കണം. ചില രാജ്യങ്ങളിൽ, ഫോർഗെറ്റ് ചിക്കൻ, ദീസ് കൺട്രീസ് ആർ നൗ ഈറ്റിംഗ് ഹിപ്പോസ്, എലഫൻസ്, ഇംപാലാസ് ആൻഡ് ഈവൻ സീബ്രാസ്. ആഫ്രിക്കയിലാണ്. വിശന്നിട്ടാ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അതായത് വിശപ്പ് ഒരു സ്ഥലത്ത് നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കണം, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കണം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യമാണ് ഇതിൽ പ്രശ്നം. ഓസ്ട്രേലിയ ലക്ഷക്കണക്കിന് കങ്കാരുക്കളെ കൊന്നൊടുക്കുന്നു. അത് കൊന്നൊടുക്കുക മാത്രമല്ല, അവർക്ക് ആ മാംസത്തിന്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല, പരമാവധി തിന്നു. എന്നിട്ട് ഇപ്പൊ കയറ്റുമതി ചെയ്യുക. അങ്ങനെ ഉണ്ടാവുന്ന എക്കണോമിക്സിനെയാണ് കങ്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. അതിനുവേണ്ടി ദൗത്യ സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ഈ കങ്കാരു ഇവരുടെ ദേശീയ മൃഗ. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ നിഷ്കർഷയുള്ള രാജ്യമാണ്. എന്നിട്ട് എന്തിനാ കങ്കാരുക്കളെ കൊന്നൊടുക്കുന്നത്? അവിടെ ഒരുപാട് വൃക്ഷമുണ്ട് കേട്ടോ. 1.3 മില്യൺ സ്ക്വയർ കിലോമീറ്റർ കാടുണ്ട് അവിടെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, വർഷങ്ങളായുള്ള സംരക്ഷണ പ്രക്രിയയിലൂടെ ഇതിൻ്റെ എണ്ണം ക്രമാതീതമായി വളർന്നു. ഇത് മനുഷ്യനെ ഉപദ്രവിക്കില്ല, ഓടിച്ചാടി വന്നിട്ട് വല്ല വണ്ടിയൊക്കെ തട്ടിമറിച്ചിട്ടാലേ ഉള്ളൂ. പക്ഷെ ആ ആവാസ വ്യവസ്ഥയെ ഇതിൻ്റെ എണ്ണം ഹാനികരമായപ്പോൾ വേറെ മാർഗ്ഗമില്ല, അപ്പോൾ അവർ കൊന്നൊടുക്കുകയാണ്. നമ്മൾ കൊന്നൊടുക്കിയ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടും. അവർ കൊന്നൊടുക്കിയിട്ട് അവർ തിന്നിട്ട് ബാക്കിയുള്ളത് കയറ്റുമതി ചെയ്യുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ ഒരു കണക്കാണിത്. നമ്മൾ 1 കിലോ ബീഫ് കഴിക്കുമ്പോൾ 71 കിലോ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. 71 കിലോ, ഇരട്ടി. ധാന്യങ്ങളാണെങ്കിൽ 3.6 കിലോയേ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, വനനശീകരണമാണ് പൊതുവെ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി. പക്ഷേ ഈ ഹരിതഗൃഹവാതകങ്ങളുടെ 26% ഉണ്ടാകുന്നത് ഭക്ഷ്യമേഖലയിൽ നിന്നാണ്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിസ്ഥിതി സങ്കല്പത്തിലേക്ക് നോക്കാം. ഗ്രീഡ്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ഗ്രീഡാണ്, ആർത്തിയാണ് പരിസ്ഥിതി നശിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം.
അപ്പൊ നമുക്ക് ആ ഗ്രീഡിനെ ഒന്ന് ചിട്ടപ്പെടുത്തി നോക്കാം. എല്ലാത്തിനും ചിട്ടപ്പെടുത്താം, എല്ലാത്തിനും ഡേറ്റ കഴിയും. സ്നേഹത്തിനും ദയയ്ക്കും അനുകമ്പയ്ക്കും ഒക്കെ നമുക്ക് ഡേറ്റ ഉണ്ടാക്കാൻ കഴിയും. അത് അളക്കാൻ ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഗ്രീഡ് അളക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് ഈ 8.5% ജനങ്ങൾ എക്സ്ട്രീം പോവർട്ടിയിലാണുള്ളത്. അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ഇന്റർനാഷണൽ പോവർട്ടി ലൈനാണ് $2.15. 8.5% മനുഷ്യരെന്ന് പറഞ്ഞാൽ 75 കോടി മനുഷ്യർ വരും. അവര് എക്സ്ട്രീം അല്ലെങ്കിൽ അബ്സല്യൂട്ട് പോവർട്ടിയിലാണ് അവര് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളാണ് അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം പോവർട്ടി ഉള്ള ആളുകൾ. ബ്രസീലിലുണ്ട്, ഇന്ത്യയെക്കാളും കുറവാണ്. ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ 21, ഇത് ഇവരുടെ കണക്കാണ്, UNDP-യുടെയും നീതി ആയോഗിന്റെ കണക്കാണ്. 21 കോടി ഇന്ത്യക്കാര് അബ്സല്യൂട്ട് പോവർട്ടിയിലാണ് ജീവിക്കുന്നത്. കേരളത്തിലുണ്ട് 0.55%. ലോകത്തിൽ തന്നെ എക്സ്ട്രീം പോവർട്ടി ഏറ്റവും കുറച്ചുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. എന്നാലും ഒരു 2 ലക്ഷത്തോളം ആളുകളെ വരും. ഇവരെ നമ്മൾ കാണുന്നത് ഒരു സംഖ്യയായിട്ടോ അല്ലെങ്കിൽ ഒരു വരയായിട്ടോ ആണ് കാണുന്നത്. ഇവരെ മനുഷ്യരായി കാണാൻ, ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരു ശ്രമം നടത്തിയതാണ് ഡോക്ടർ റോസ്ലിംഗ് ചെയ്ത പ്രധാന കാരണം. ലോകവ്യാപകമായിട്ട് അദ്ദേഹം അത് ചെയ്തു. ഇവരെ നമുക്ക് നമ്മുടെ വ്യാവഹാരിക മണ്ഡലത്തിലൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. ഇവരെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ദയർ, എന്നാലേ അവരെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി നിങ്ങൾക്ക് കാണണം നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ ആ ഡാഷ് ഡാഷ് അടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഏത് രാജ്യമാണോ വേണ്ടത് ആ രാജ്യത്തിന്റെ പേരടിച്ചിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പക്ഷെ അത്ര സുഖകരമായ ഒരു കാഴ്ചയൊന്നും ആയിരിക്കില്ല. ഞാൻ ഇവരെ കുറിച്ച് ഒരു ജനറൽ പിക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പക്ഷെ കേരളത്തിന് ബേസ് ചെയ്തിട്ടല്ല. പക്ഷെ നിങ്ങൾ കേരളത്തിലേക്ക് ഒന്ന് നോക്കിക്കോണം, ഇത് എവിടെയെങ്കിലും കേരളമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. ഇവരധികവും ചേരികളിലോ കൂരകളിലോ കാടുകളിലോ ആയിരിക്കും താമസിക്കുക. വീട്ടിൽ വൈദ്യുതി ഉണ്ടാവില്ല, ശുചിമുറി ഉണ്ടാവില്ല. കിട്ടുന്ന ഒരു 180 രൂപ വരുമാനം മുഴുവനും ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതുള്ളത് കൊണ്ട് ചെലവഴിച്ചാലും വിശപ്പ് മാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ 3 നേരം ഭക്ഷണം എന്നുള്ള പരിപാടിയൊന്നും അവർക്ക് പറ്റില്ല. ഏത് സമയവും വിശപ്പുണ്ട്. അപ്പൊ എപ്പോഴും ഭക്ഷണം കിട്ടിയാൽ കഴിക്കും. കുഞ്ഞുങ്ങൾ വിശന്നാണ് ഉറങ്ങുന്നത്, നിലത്താണ് ഉറങ്ങുന്നത്, ചാക്കോ ഷീറ്റോ വിരിച്ചിട്ടാണ് ഉറങ്ങുക. പിന്നെ കുടുംബത്തിന് മൊത്തം സാക്ഷരത ഉണ്ടാവില്ല. ഇത്രയൊക്കെ ഇല്ലായ്മകളെ നമുക്ക് ഈ ലോകത്തിലുള്ള 75 കോടി മനുഷ്യരെ കുറിച്ച് പറയാനുള്ളൂ. ഇവർക്ക് എത്രമാത്രം ആർത്തിയുണ്ട്, ഇവര് പ്രകൃതി വിഭവങ്ങളിലേക്ക് എത്ര കടന്നു കയറുന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മൾ ഇവിടെ ദിവസ വരുമാനമല്ല, വാർഷിക വരുമാനം എടുക്കണം. 1,27,000 രൂപയിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവരെയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളത്. നമ്മൾ അവരെ വിളിക്കുന്നത് ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. 340 രൂപയിൽ കുറഞ്ഞ വരുമാനമുള്ള ആളുകളെയാണ് അവിടെ പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള 21 കോടി ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ആസ്പയറേഴ്സ് ആണ്, പ്രതീക്ഷ അറ്റിട്ടില്ലാത്തവർ, അങ്ങനെ പറയാം. അവർക്ക് വേണമെങ്കിൽ പിടിച്ച് മുകളിലേക്ക് കയറി പോകാൻ കഴിയും. 340 രൂപ മുതൽ 1340 രൂപ വരെ വരുമാനമുള്ള ആളുകളാണ്. ഈ റേഞ്ച് വളരെ വലുതാണ് കേട്ടോ. ഈ ഡേറ്റയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്ക്യൂഡാണ്. ഇത് ഗ്രാഫ് വരച്ചിങ്ങനെ ഇടതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കും. അത് നമ്മുടെ മനസ്സിൽ വേണം. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് 31%. 5 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് മിഡിൽ ക്ലാസ്. റിച്ച് എന്ന് പറയുന്നത് 30 ലക്ഷത്തിലേറെ വരുമാനമുള്ള ആളുകളാണ്. 4% ആളുകളുണ്ട്. അത് പക്ഷേ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആകെ ജനസംഖ്യയുടെ അത്ര തന്നെ വരും. ലോകബാങ്കിന്റെ കണക്കാണിത്. അവര് മൊത്തം ദാരിദ്ര്യം അവർ പറയുന്നത് ലോകത്തിലെ 50% മനുഷ്യര് ദരിദ്രരാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ലിമിറ്റ് അവർ പറയുന്നത് 5.82 582 രൂപയാണ്. $6.85 അവരുടെ കണക്ക്. ഇവരുടെ കണക്കാണ് വളരെ സമഗ്രമായിട്ടുള്ളത്. അതായത് മൊത്തം ജനങ്ങളെ ഇൻകം അനുസരിച്ച് പട്ടികപ്പെടുത്തിയിട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ലോകത്തിലുള്ള 80% ജനങ്ങളും $10 താഴെ വരുമാനമുള്ളവരാണ്. $10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 850 രൂപ. അപ്പൊ ഒരു അവിദഗ്ധ മലയാളി പുരുഷന്റെ വേതനാണ് ഈ 850 രൂപ. ഇവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നേരത്തെ പോയതുപോലെ, റോസ്ലിംഗ് പോയ പോലെ ഒന്ന് പോയി നോക്കാം. ഇത് പക്ഷേ ഞാൻ കേരളത്തിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എൻ്റെ മുൻകാല അനുഭവങ്ങളും അതുപോലെ എൻ്റെ നിരീക്ഷണവും ചുറ്റുപാടുകളുടെ എൻ്റെ പരിമിതമായ പഠനവും വെച്ചിട്ടാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. അതായത് കുടുംബ സ്വത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായി വീടുണ്ടാവാൻ സാധ്യതയില്ല. വാടക വീടാണെങ്കിൽ പോലും അതിന് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും. ശുചിമുറി ഉണ്ടാവും, വൈദ്യുതി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും.
കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ ഒരു മുറി ഉണ്ടാവും, അവിടെ അവര് പിന്നെ മേശയും കസേരയും ഉണ്ടാകും. കുട്ടികൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ആഴ്ചയിൽ 2 നേരമെങ്കിലും പിന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നുണ്ടാവും. വർഷത്തില് ഒരു 2-3 വർഷത്തിൽ ഒരിക്കലും അവർ വിനോദയാത്ര പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം, അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഉണ്ടാവും. അച്ഛന് വീട്ടിലൊരു TV ഉണ്ടാവും, അച്ഛന് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, അമ്മയ്ക്ക് ഒരു സ്കൂട്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2 പേർക്കും മൊബൈൽ ഫോൺ ഉണ്ടാവും. വാട്സാപ്പ് അക്കൗണ്ട് നിർബന്ധമായിട്ടുണ്ടാവും. പക്ഷെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ പുസ്തകങ്ങൾ വായിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല, കുറവാണ് കാണുന്നത്. ഇതുപോലെ ഒരു സെമിനാറിൽ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിലോ ഒരിക്കലും പങ്കെടുക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇവര് വിമാനയാത്ര ചെയ്തിട്ടുണ്ടാവില്ല. ഇത്രയാണ് എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയുണ്ട്. ഈ മക്കള് അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരുടെ ഭാവിയെക്കുറിച്ച്, അതായത് അടുത്ത തലമുറയുടെ ഭാവിയെക്കുറിച്ച് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു കാര്യമുള്ളത്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ, അല്ലെങ്കിൽ രോഗം വന്നാൽ, നാട്ടിലൊരു പാൻഡമിക് ഉണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ, ഈ മനുഷ്യര് തൊട്ട് താഴെയോ അതിൻ്റെ താഴെയോ ഉള്ള ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാതെ വണ്ണം തള്ളപ്പെടാനുള്ള സാധ്യത 100%. 80% മനുഷ്യർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവർക്ക് എത്ര ഗ്രീഡ് ഉണ്ട്, ഇവർ പ്രകൃതിയിൽ എത്രമാത്രം അന്യായമായി കടന്നു കയറുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാനത് പറയുന്നില്ല. വേൾഡ് ബാങ്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 50% മനുഷ്യർക്ക് എസെൻഷ്യലായ ഹെൽത്ത് സർവീസ് പ്രാപ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വേറൊരു കണക്കും കൂടെ പറയുന്നുണ്ട്. ഒരു വർഷം 10 കോടി ആളുകൾ വീതം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ എക്സ്ട്രീം പോവർട്ടിയിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. അപ്പൊ എക്സ്ട്രീം പോവർട്ടിയിലുള്ള ആളുകൾ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് ഈ ഇതിനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയണം. ഈ പാൻഡമിക്കിന്റെ കാലത്ത് വേൾഡ് ബാങ്ക് പറയുന്നതാണ്, 1990 മുതൽ ദാരിദ്ര്യം കുറഞ്ഞു വരികയായിരുന്നു. ഈ പാൻഡമിക്കിന്റെ കാലത്ത് ആദ്യമായിട്ട് ആഗോള ദാരിദ്ര്യം ഉയർന്നു. അതായത് 2030 ആകുമ്പോഴേക്കും ദാരിദ്ര്യം 30% കുറയ്ക്കണമെന്ന്, നമ്മൾ 3% കുറയ്ക്കണമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത് പിടിവിട്ടുപോയി. ഇനി 30 കൊല്ലത്തേക്ക് അത് സാധിക്കില്ല എന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. ഇത് പാൻഡമിക്കിന്റെ ഇഫക്റ്റ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മനുഷ്യരോടാണ് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം, നിങ്ങൾ ധൂർത്ത് കുറയ്ക്കണം, ലളിത ജീവിതം നയിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഈ മനുഷ്യരോടാണ്. എന്താണ് കുറയ്ക്കേണ്ടതെന്ന് പക്ഷെ നമ്മൾ പൊതുവെ പറയില്ല. ഈ പാരീസ് അഗ്രിമെന്റിന്റെ ഓപ്പണിംഗ് സെന്റൻസ് ആണിത്. അവരുടെ കൺവെൻഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ള തത്വങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വിറ്റി ആണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. പരിസ്ഥിതി നാശത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെ അല്ല. രണ്ടാമത്തേത് എന്താണ്? റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ്. ഓരോരുത്തർക്കും പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ശേഷി വ്യത്യസ്തമാണ്. അതാണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും പരിസ്ഥിതി സംരക്ഷണത്തിന് വികസിത രാഷ്ട്രങ്ങൾ $100 ബില്യൺ വീതം ഇവിടുത്തെ അവികസിത രാഷ്ട്രങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം 2010 ഉണ്ടായിരുന്നു. ഇതുവരെ ആ കൊടുത്തിട്ടുള്ളത് $119 ബില്യൺ ആണ്. അതുപോലെ തന്നെ ആ പാരീസ് അഗ്രിമെന്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിസ്ഥിതി നാശത്തിന്റെ കെടുതികൾ മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആഘാതവും ജനങ്ങളെ ബാധിക്കും. ഇത് നമ്മുടെ ഏതെങ്കിലും പരിസ്ഥിതിക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആഘാതം മനുഷ്യരെ ബാധിക്കുന്നു ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരെയാണത് ബാധിക്കാൻ പോകുന്നത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ വേൾഡ് ബാങ്ക് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് പാരിസ്ഥിതിക ആഘാതം മൂലമുണ്ടാകുന്ന കെടുതികളെ നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കും. വേൾഡ് ബാങ്ക് തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഈ ലോകത്തിലെ ഏറ്റവും കുറച്ച് എൻവയോൺമെന്റൽ റിസ്ക് ഫേസ് ചെയ്യുന്ന ജനങ്ങളുള്ളത് അമേരിക്കയിലാണ്. അവിടെ ആകെ 1% ജനങ്ങൾക്ക് മാത്രമേ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ റിസ്ക് ഉള്ളൂ എന്നാണ് പറയുന്നത്. വെറുതെ അല്ല അവര് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളോട് നിസ്സംഗത കാണിക്കുന്നു. IPCC അത് തന്നെയാണ് പറയുന്നത്. എത്തിക്കൽ കൺസിഡറേഷൻസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വിറ്റി. നേരത്തെ വിശ്വനാഥ് ഡോക്ടർ പറഞ്ഞ സാധനം തന്നെയാണ്. സമത്വം, ഈക്വിറ്റി, അതിന്റെ ആർ സെൻട്രൽ ടു ദിസ് റിപ്പോർട്ട്.
ധാർമ്മിക പരിഗണനയും സമത്വവുമാണ് ഈ റിപ്പോർട്ടിന്റെ അവരുടെ തൊട്ടു മുമ്പുള്ള റിപ്പോർട്ട് AR5. അതിന് 3 വർക്കിംഗ് ഗ്രൂപ്പാണുള്ളത്. അതിന്റെ ഫസ്റ്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഇതാണ്: ഈ ധാർമ്മിക പരിഗണനയും സമത്വവുമായിരിക്കണം ഈ റിപ്പോർട്ടിന്റെ കാതൽ എന്ന് പറഞ്ഞു. അത് എന്നിട്ട് അവർ കൃത്യമായിട്ട് പറയും ഇമ്പാക്ട്സ് ഓഫ് വാർമിംഗ്, അതായത് പരിസ്ഥിതി നാശത്തിന്റെ കെടുതിയും പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓഫ് മിറ്റിഗേഷൻ, അതായത് സംരക്ഷണത്തിന്റെ ബാധ്യതയും fall disproportionately on the poor and vulnerable. അത് ഈ സംരക്ഷണത്തിന്റെ ബാധ്യതയും ഈ നാശത്തിന്റെ കെടുതിയും ഏറ്റവും കൂടുതൽ വന്ന് ഭവിക്കുന്നത് സാധാരണക്കാരെയും ദരിദ്രരെയുമാണെന്ന് കൃത്യമായിട്ട് IPCC പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ആഗോളതാപനം നിയന്ത്രിക്കുന്നതിന് 2015 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് പാരീസ് അഗ്രിമെന്റ് താപം 1.5 ഡിഗ്രിയിൽ നിലനിർത്തുന്നതിനുള്ള പരിശ്രമങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും വിശാല ലക്ഷ്യങ്ങളുമായി യോജിപ്പിക്കുന്നത്. അങ്ങനെയേ പരിസ്ഥിതി സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാ? കൂട്ടായ പരിശ്രമം വേണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണം, അതുപോലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ കൂട്ടായ പരിശ്രമം? നമുക്കറിയാം. നമ്മൾ പക്ഷെ ധരിച്ചിരിക്കുന്ന വയനാട്ടുകാർ വിചാരിച്ചാൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യക്കാർ വിചാരിച്ചാൽ, കേരളീയർ വിചാരിച്ചാൽ തീരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പൊതുബോധമുണ്ട്. ഇനി അത് പോരാ, ലോകം മുഴുവൻ ശ്രമിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഇനി നോക്കാൻ. എന്താണ് ഈ ഈക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്താണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ? ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഞാൻ പറയും ഇവിടുത്തെ പരിസ്ഥിതി സ്നേഹികളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ് സുസ്ഥിര വികസന ലക്ഷ്യം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ 17 അജണ്ടയാണ് അതിലുള്ളത്. അതിൽ 9 എണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാത്? നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാളിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ഫോർ എവറിബഡി. ഇതാണ് സുസ്ഥിര വികസനത്തിന്റെ ആദ്യ പാഠങ്ങൾ. 9ാമത്തെ എന്താണ്? റിഡ്യൂസ്ഡ് ഇൻഈക്വാളിറ്റീസ്. ഇത് പക്ഷേ ഈ ഭാഗം പക്ഷേ നമ്മുടെ പരിസ്ഥിതി സ്നേഹികൾ ആരും പറയില്ല. ഇതിന്റെ ബാക്കിയുള്ള 8 പ്രശ്നങ്ങൾ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന കാര്യം മാത്രമേ അവർ പറയുള്ളൂ. ഇതിവിടെ ആരും പറയില്ല. ഇതും കൂടെ ചേർന്നാൽ മാത്രമേ സുസ്ഥിര വികസനം ആകുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈക്വിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. ലോകബാങ്ക് അസമത്വങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ കടും ചുവപ്പ് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ അസമത്വം അനുഭവിക്കുന്നത്. അതായത് സമ്പത്തിന്റെയും വരുമാനത്തിന്റെയും വിതരണത്തിലുള്ള അസമത്വങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളെ ലോകബാങ്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ലോകബാങ്ക്, അതായത് ഞാനത് എടുക്കാനുള്ള കാരണം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതായത് ലെസ്സേ ഫെയർ ക്യാപിറ്റലിസം, സർവതന്ത്ര സ്വതന്ത്ര വിപണിയുടെ എല്ലാ കാലത്തെയും വക്താക്കളായിട്ടുള്ള ലോകബാങ്ക് ഇപ്പോഴെന്താ പറയുന്നത്? അസമത്വങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഹാംഫുൾ, അത് അപകടകരമാണ്. ദിസ് ഈസ് നോട്ട് ഓൺലി അൺജസ്റ്റ്, അധാർമികമാണ്, അന്യായമാണത്, ആൻഡ് ഓൾസോ ഇൻഎഫിഷ്യന്റ്. ലോകബാങ്ക് സോഷ്യലിസം പറയാൻ തുടങ്ങി. അവരവരുടെ കാഴ്ചപ്പാട് മാറ്റി. അത് നമ്മൾ നോക്കിയാൽ കാണാം. എക്കണോമിക്സില് അവരുടെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യത്തിലും അവർ പറയുന്നുണ്ട്. അതായത് ഈ ഇനീക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ആഗോളതാപനം 1990 ആഗോളതാപനം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ മുൻപുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മുഴുവൻ തിരുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ലോകബാങ്ക് ഇത് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ഒരു കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ജെൻഡർ ഈക്വാളിറ്റി, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആളുകൾ ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവർ നേരെ പരിസ്ഥിതിയിലേക്ക് പോയി. 2000 ജനുവരി 1-ാം തീയതി മുതൽ സ്വിച്ച് ഇട്ടതുപോലെ അവർ ഇങ്ങോട്ട് പോയി. ഇത് അവർ വിട്ടുപോയി. അപ്പൊ ലോകബാങ്ക് അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടുത്തെ ഇന്റലക്ച്വൽ ക്രീമി ലെയർ ആണല്ലോ സ്വതന്ത്ര ചിന്തകര്. അപ്പോൾ സ്വതന്ത്ര ചിന്തകർ എന്താ പറയുന്നത്? അവർ പറയുന്ന 80% 20% എന്നുള്ളത് അവരിൽ ഒരു വിഭാഗം പറയുന്നത് നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്.
സ്വാഭാവികമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതിരോധിക്കേണ്ടതില്ലല്ലോ, പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. പരേറ്റോ പ്രിൻസിപ്പിൾ. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരൊറ്റ വാചകമേ പറയാനുള്ളൂ, ദർ ഈസ് നത്തിങ് നാച്ചുറൽ ഇൻ നേച്ചർ. അങ്ങനെ ഒരു സാധനം പ്രകൃതിയിൽ എവിടെയില്ല. അതൊരു മിത്താണ്. കാരണം 3 തരത്തിലുള്ള പ്രകൃതിയാണുള്ളത്: സാംസ്കാരിക പ്രകൃതി, ജൈവ പ്രകൃതി, ഭൗതിക പ്രകൃതി. ഇതിലേതാ ഇങ്ങനെ നിൽക്കുന്നത്, സ്ഥിരമായിട്ട് നിൽക്കുന്നത്? ഏത് പോയിന്റ് എടുത്തിട്ടാണ് നിങ്ങൾ പറയാ ഇതാണ് നേച്ചുറൽ എന്ന്? ചരിത്രത്തിൽ ഏത് പോയിന്റ് എടുത്തിട്ടാണ് നിങ്ങൾ പറയുക ഇത് സ്വാഭാവികമാണ്? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സ്യൂഡോ സയന്റിഫിക് ലൈൻ ഓഫ് തിങ്കിങ് ആണെന്ന് പറയാതെ മാർഗമില്ല. ഇനി നമുക്ക് ഈ ദൂരത്തിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഐക്യരാഷ്ട്രസഭ പറയുന്നതാണ് 100 കോടി ആളുകൾക്ക് ഒരു ദിവസം വേണ്ട ഭക്ഷണം കഴിക്കാനുള്ള, ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം വീതം ലോകം ദിവസേന വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇത് 50% ആയിക്കോട്ടെ, എന്റെ കണക്ക് 50% ശരിയായാൽ മതി. എന്നാലും എത്ര ഭീകരമായ അവസ്ഥ! ആരാണ് ഇത് വേസ്റ്റ് ആക്കുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ 1820 മുതലുള്ള അവരുടെ കണക്കുണ്ട്. ഈ 1820 പ്രത്യേകത എന്താ? അവിടെയാണ് ലോക ജനസംഖ്യ 100 കോടി കഴിഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇന്റൻസീവായ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. അന്ന് എന്താ ലോകത്തിന്റെ സ്ഥിതി? 80% ആളുകളും കട്ട ദാരിദ്ര്യത്തിലാണ്. ലോകത്താകമാനം കുറച്ച് രാജാക്കന്മാരും പ്രഭുക്കന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ? ഈ ദാരിദ്ര്യം ഇല്ലാത്തവരായിട്ട്. കേരളത്തിൽ പല രാജാക്കന്മാരും ദരിദ്രരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കാണുന്നത്. ഈ 1975 2000 ആ കാലഘട്ടം ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കുട്ടികൾ ആദ്യമായിട്ട് വിശപ്പില്ലാതെ ഉറങ്ങാൻ തുടങ്ങുന്നത്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, അതായത് മനുഷ്യര് കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? പരിസ്ഥിതി ചിന്തകള് ശക്തി പ്രാപിച്ച് വരുന്നത്. അതിനൊരു നിമിത്തമായത് ഈ കൃതിയാണ്. ഈ കേരളം വളരെ ആവേശത്തോടെ സ്വീകരിച്ച ഒരു കൃതിയാണ് റീച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് എന്തെങ്കിലും ശാസ്ത്ര വസ്തുതകളുടെയോ പഠനത്തിന്റെയോ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ഒരു കൃതി അല്ല. ഇത് പിന്നെ ഗ്രഹാതുരതകളും ആകുലതകളും കേട്ടുകേൾവികളും അനക്ഡോട്ട്സും ഒക്കെ വെച്ചിട്ട് സൃഷ്ടിച്ചിട്ടുള്ള മനോഹരമായ കാവ്യ ഭംഗിയുള്ള ശൈലിയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും ഏകപക്ഷീയമാണ്. DDT കുറിച്ചാണ്. മുലപ്പാലിലൊക്കെ DDT കണ്ടു എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭമുണ്ടായി ലോകം മുഴുവൻ. ലോകത്തെമ്പാടും ഈ കീടനാശിനികൾക്കെതിരെ ഒരു കെയർ സൃഷ്ടിക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ DDT കുറിച്ച് ഇപ്പൊ എന്താ ലോകം പറയുന്നത്? ഇത് ക്ലിനിക്കൽ ടോക്സിക്കോളജിയുടെ ഒരു ജേർണലിൽ കണ്ട ഒരു പേരാണ്. ആ പേരാണ് എന്നെ ആകർഷിച്ചത്. ദ കെമിക്കൽ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് വേറെ എടുത്ത് ചോദിക്കുന്നത് പെർസിസ്റ്റന്റ് ലൈഫ് സേവർ എന്നാണ്. അതായത് ഈ US നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ അസസ്മെന്റ് പ്രകാരം DDT ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് 50 കോടി ആളുകളുടെ ജീവൻ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് അതിന്റെ പോളിസി റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. സ്കൂജ് ഓഫ് മലേറിയ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി DDT ഉപയോഗിക്കണം എന്നാണ് അവർ പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും 2006 സെപ്റ്റംബറിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് ടു ഫൈറ്റ് ഗ്ലോബൽ സ്കൂജ് ദാറ്റ് കിൽസ് മോർ ദാൻ 1 മില്യൺ പീപ്പിൾ എവറി ഇയർ. 2006 10 ലക്ഷം ആളുകളെ ഒരു വർഷം മലേറിയ കൊല്ലുന്നുണ്ട്. അതിൽ 3000 കുട്ടികളുണ്ട് ഒരു ദിവസം. അപ്പൊ അതിനെ നേരിടാൻ DDT ഉപയോഗിച്ചേ പറ്റൂ എന്നാണ് ആര് പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇന്ത്യയിൽ എന്താ സ്ഥിതി? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 4ൽ 1 മലേറിയ ബാധിച്ചിരുന്നു. 5 ലക്ഷം ആളുകൾ മിനിമം ഒരു വർഷം മലേറിയ മൂലം മരിച്ചിരുന്നു. ഇപ്പൊ 200ൽ താഴെ ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ മലേറിയ മൂലം മരിക്കുന്നത്. നമ്മൾ 2024 ആകുമ്പോഴും ഈ DDT ഫേസ് ഔട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ ഇസ് ദ സോൾ പ്രൊഡ്യൂസർ ഓഫ് DDT ഗ്ലോബലി സിൻസ് 2008. ബാക്കിയുള്ളവരെയൊക്കെ പൂട്ടിച്ചു. എന്നിട്ട് ഇവിടെ ഇത് തുടരുന്നുണ്ട്. ഈ മലേറിയ ആരെയാ ബാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികപ്പെടുത്തിയതിൽ ആ 80%-നെയും താഴെയുള്ള പിന്നെ 8.5%-നെയാണ് അത് ബാധിക്കുന്നത് മലേറിയ. അപ്പൊ അതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി ഈ നമുക്ക് ഗ്ലോബൽ ഇന്റലക്ച്വൽ സെനേറിയയിലേക്ക് പോയാൽ ഈ 1975-2000 കാലഘട്ടത്ത് ഈ പിന്നെ സൈലന്റ് സ്പ്രിംഗ് വന്നതുപോലെ കുറേയേറെ കൃതികള് നമ്മുടെ പുസ്തക ചന്തകളിലേക്ക്, സാക്ഷര കേരളത്തിന്റെ പുസ്തക ചന്തകളിലേക്ക് പുസ്തകങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ഷൂമാക്കറുടെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ,
പിന്നെ ഫുക്കുവോക്കയുടെ വൺ സ്റ്റാർ റെവല്യൂഷൻ, ഇവാൻ ഇല്ലിച്ചിന്റെ ലിമിറ്റ്സ് ടു മെഡിസിൻ, ഡീസ്കൂളിംഗ് സൊസൈറ്റി, പൗലോ ഫ്രെയറിന്റെ പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, ഫ്രിജോഫ് കാപ്രയുടെ താവോ ഫിസിക്സ്, ഊർജ്ജതാണ്ഡവം നിത്യചൈതന്യതിയുടെ, പിന്നെ സയൻസ്, വയലൻസ് ആൻഡ് ഡെവലപ്മെന്റ് ക്ലോഡിയ അൽവേസിന്റെ, സ്റ്റേയിങ് അലൈവ് വന്ദന ശിവയുടെ, ഇങ്ങനെ ഒരു പടി പുസ്തകങ്ങൾ. മലയാളിയുടെ സാക്ഷരത ഇതിനെല്ലാം ആവേശപൂർവ്വം സ്വീകരിക്കുക മാത്രമല്ല, കേരളം മുഴുവൻ ബദൽ ജീവിത മാതൃകകൾ ഉയർന്നു വന്നു. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, പരിസ്ഥിതി രംഗത്ത്, സാമൂഹ്യ ജീവിതത്തിന്റെ രംഗത്തൊക്കെ ഒരുപാട് ബദൽ മാതൃകകൾ ഈ കൊച്ചു സംസ്ഥാനത്തിൽ ഉണ്ടാവുകയും അതിന്റെ ബാക്കി പത്രങ്ങള് നമുക്ക് ഇപ്പോഴും പല സ്ഥലത്തും കാണാനും ബാക്കിയുണ്ട്. ഇനി നമുക്ക് കേരളത്തിന്റെ കൂടെ വന്നിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ നാടിന്റെ ഒരു ജിയോഗ്രഫിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 39,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തി. 1.18% ഇന്ത്യയുടെ ഭൂമിയുടെ വ്യാസം കേരളത്തിനുള്ളത്. 2.65% ജനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ 2.65% അതിഥികളില്ലാട്ടോ. കേരളത്തിൽ ഇപ്പൊ 3.5 കോടി മലയാളികളും 1/2 കോടി അതിഥികളും ഉണ്ട്. അവരിതിൽ പെട്ടിട്ടില്ല. ഇതിലെ 899, അതായത് ഇന്ത്യയുടെ ജനസാന്ദ്രതയുടെ ഇരട്ടിയുണ്ട് കേരളത്തില്. അത് മാത്രമല്ല, ലോകത്തില് നഗരങ്ങൾ ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം. ഇവിടെ നമ്മള് 3% വനം സംരക്ഷിക്കുന്നുണ്ട്. 55% വന ആവരണം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഈ നാട്ടില് 20-ലേറെ വന്യമൃഗ സങ്കേതങ്ങള് നമ്മൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗ സാന്ദ്രതയുള്ള ഒരു പ്രദേശമായിരിക്കും കേരളം എന്നാണ് എൻ്റെ അനുമാനം. അതിന് ഡേറ്റയൊന്നുമില്ല. പിന്നെ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് കാർബൺ എമിഷനെ കുറിച്ചാണ്. ഈ കണക്ക് എനിക്ക് സ്വീകാര്യമല്ല. ഇത് 2018 കണക്കാണ്. ഇത് വേറെ അടുത്ത് ക്രോസ് ചെയ്തപ്പോൾ വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷെ കേരളം ഓൾമോസ്റ്റ് കാർബൺ ന്യൂട്രലാണ്. ഒന്ന്. രണ്ടാമത്, ഇന്ത്യയുടെ കാർബൺ എമിഷന്റെ എത്രയോ ചെറിയ ഒരു ശതമാനം മാത്രമേ കേരളത്തിൽ നിന്ന് വരുന്നുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. ആഗോള കാർബൺ ഹരിതഗ്രഹവാതക എമിഷന്റെ എത്രയോ കുറച്ച് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിലെത്രയോ കുറച്ച് മാത്രമേ കേരളത്തിലുള്ളൂ. വയനാട്ടിലേക്ക് വന്നാൽ 75% വന ആവരണമുണ്ട്. ഞാൻ പറയും 100% സസ്യ ആവരണം എന്ന് ഞാൻ പറയാം. കാരണം ഇവിടെ 40% കാടുണ്ട്, 40% എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ എവിടെയാ ഇനി ഈ സസ്യ ആവരണമില്ലാതെ, ഈ പച്ചപ്പില്ലാത്ത ഭൂമി ഈ വയനാട്ടിൽ എവിടെയാ ഉള്ളത്, കേരളത്തിൽ എവിടെയാ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ സസ്യ ആവരണമാണ് ഈ കേരളത്തിന്റെ. എന്താണ് എമിഷന്റെ കാര്യം? നമുക്ക് ഇവിടെ 1.75 കോടി വാഹനങ്ങളുണ്ട്. 1.25 കോടി വാഹനങ്ങളുണ്ട് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള പ്രദേശമാണ് കേരളം. ഒരു വീട്ടില് മിനിമം 2 വാഹനം വീതം ഉണ്ട്. അത് കുറയ്ക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാരും പറയില്ല. അപ്പോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാർബൺ എമിഷന്റെ സോഴ്സ്. അത് പക്ഷെ എവിടെ വലിച്ചെടുക്കുന്നത്? ഈ 55% സസ്യ ആവരണം അത് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് കേരളം ന്യൂട്രൽ ആവുന്നത്. ലോക ശരാശരി നോക്കിയാല് 4.86 ലോക ശരാശരി ടൺ ഒരാള് ഒരു വർഷം. ഇനി ഇങ്ങോട്ട് താഴോട്ട് വന്നാല് 62 തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ. 25-ാം സ്ഥാനത്താണ് ചൈനയുള്ളത്. എത്രയാണ്? 9 ടൺ. ഇന്ത്യയോ 125-ാം സ്ഥാനത്താണ്. 2 ചില്ലാനും ടണ്ണുമായിട്ട് ഇന്ത്യയുള്ളത്. ഈ 2 ടണ്ണുണ്ടല്ലോ, ഇത് നമ്മുടെ പ്രാണം കിടക്കാനുള്ള സാധനമാണ്. ഈ 2 ടൺ കുറച്ചാൽ ചത്തുപോകും ആളുകൾ. അപ്പൊ ഇത് കുറയ്ക്കണമെന്നാണ് അവർ പറയുന്നത് നമ്മളോട്. നിങ്ങൾ കുറയ്ക്കാനാ പറയുന്നത്. ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിൽ എത്രയോ കുറവാണ് കേരളം, അതിൽ എത്രയോ കുറവാണ് വയനാട്ടിൽ. പക്ഷെ ഇവിടെയുള്ള ചില പരിസ്ഥിതി സ്നേഹികളും ചില NGOs പറയുന്നത് എന്താണ്? വയനാടാണ് അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? കാർബൺ ന്യൂട്രൽ ആക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ ഇവിടെ നടക്കും. ഇതാണ് അതിന്റെ ചിത്രം. ചൈനയിലാണ് അത് പരമാവധി. അവർ കുറയ്ക്കില്ല. 2070 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ബദല് കണ്ടുപിടിക്കും, എന്നിട്ടേ ഇത് ഒഴിവാക്കുള്ളൂ എന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു കവിത എഴുതിയിട്ടും യാതൊരു കാര്യമില്ല, അവർ കുറയ്ക്കില്ല. എങ്ങനെയാ ബദൽ കണ്ടുപിടിക്കുന്നതെന്നറിയോ? അണ കെട്ടിയിട്ടാണ്. ലോകത്തിലാകെ 40,000 അണക്കെട്ടുകളാണ് മീഡിയം ലെവലുള്ള. അതിൽ 24,000 എണ്ണം ചൈനയിലാണ്. അതായത് നദി മുഴുവൻ അണ കെട്ടുക, തലങ്ങും വിലങ്ങും. അത് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ
പ്രളയങ്ങൾ ഉണ്ടായിരുന്ന നാടായിരുന്നു ചൈന. അവരതിനെ വെള്ളം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടുന്നത്. കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യും. അമേരിക്കയുടെ ഒക്കെ കാര്യം പറയണ്ട, ഇന്ത്യയുടെ ഒരു ചെറിയ കഷ്ണമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് വയനാട്ടിലേക്ക് വരാം. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്തിടേണ്ട ഇത്രയേറെ പരിസ്ഥിതി സൗഹൃദമായ ഈ നാടിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഇവിടുത്തെ മലയോരത്തിലെ ജനങ്ങൾ മുഴുവൻ വിധ്വംസകരാണ്, കയ്യേറ്റക്കാരാണ്, മാഫിയയുടെ കൂത്തരങ്ങാണ് ഇവിടെ. എന്തൊക്കെ മാഫിയാണ്? മണ്ണ് മാഫിയ, മണൽ മാഫിയ, കല്ല് മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, ടൂറിസ്റ്റ് മാഫിയ, ഭാഗ്യം പോലെ എന്തില്ല, ലഹരി മാഫിയയും സ്വർണ്ണ മാഫിയ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് ഇവിടെ. വയനാട്ടുകാരനാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ ലജ്ജ തോന്നുന്ന രീതിയിലുള്ള അധിക്ഷേപമാണ് ഇവിടുത്തെ ചില പരിസ്ഥിതിക്കാർ ഇവിടുത്തെ മനുഷ്യർക്കെതിരെ നടത്തുന്നത്. ഈ ദുരന്തം ഇവിടുത്തുകാരുടെ സൃഷ്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുത്തെ പരിസ്ഥിതി സംഘടനകൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയുണ്ടായി. ആദ്യം അവർ പറഞ്ഞത് ക്വാറികളുടെ വിളനിലമാണെന്നാണ്. എന്നിട്ടോ അവിടെ എവിടെയാ കോറി ഉള്ളത്? നോ കോറീസ്. മന്ത്രി പറഞ്ഞ എന്താ? 10.2 കിലോമീറ്റർ അകലെയാണ് ആദ്യത്തെ കോറി ഉള്ളത്. വയനാട്ടിലാകെ 9 കോറിയുള്ളൂ. അപ്പൊ കോറികളാണ് ഈ അപകടം സൃഷ്ടിച്ചതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ കിടന്നു പണ്ടവാനും കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. അതെ, ഈ കോറി ഇല്ലാതായാലും എന്താ ചെയ്യുക? എൻ്റെ ഒരു നിഷ്കളങ്കമായ സംശയമാണ്. ഈ കല്ലില്ലാതെ ആയാൽ ഈ നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കില്ലേ? സാധാരണക്കാരന് വീട് വെക്കാൻ പറ്റുമോ? സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിൽക്കില്ലേ? റോഡ് പറ്റുമോ? ആശുപത്രി പറ്റുമോ? സ്കൂള് പറ്റുമോ? കടൽ ഭിത്തി കെട്ടണ്ടേ? കല്ല് വേണ്ടേ? സമ്പന്നൻ വീട് വെക്കാൻ സ്വിറ്റ്സർലൻഡ് കല്ലിറക്കിക്കോളും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 20% അവരത് ചെയ്തോളും. പക്ഷെ ഈ താഴെയുള്ളവൻ എന്തു ചെയ്യും? എക്കോണമി സ്തംഭിച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഭാരം താങ്ങേണ്ടി വരും? ലോകത്തിൽ എവിടെയെങ്കിലും കല്ലിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചതായി അറിയാവോ നിങ്ങൾക്ക്? അപ്പൊ ഇതിപ്പോ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണല് CSIRന്റെയും CIMFRന്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. അവർ 2021 ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കോറികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. 1300 പേജുള്ള ഒരു വലിയ സംവിധാനം നെറ്റ് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ഓടിച്ചു നോക്കിയുള്ളൂ. അവരുടെ സജഷനിൽ അവർ പറയുന്നത് 200 മീറ്ററിന് പുറത്തേക്ക് ഒരു പ്രശ്നമില്ല എന്നാണ്. എന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്? ഗ്രൗണ്ട് വൈബ്രേഷൻ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഭൂമി കുലുങ്ങിയിട്ട് ഇത് അറബിക്കടലിലേക്ക് പോയി കളയും, അല്ലെങ്കിൽ മണ്ണ് ഒലിപ്പുണ്ടാവും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. 5 mm/s വരെയുള്ള വേവ്സ് പരിഗണിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാൻഡേർഡ് 10 mm/s ആണ് വേവ്സിന്റെ, ഗ്രൗണ്ട് വേവ്സിന്റെ ഇന്റൻസിറ്റി. അതിന്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ടും അത് 100 മീറ്ററേ വരുന്നുള്ളൂ. ശബ്ദം മാത്രമാണ് 200 മീറ്ററിലേക്ക് പോകുന്നത്. അവരൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. എക്കോസ്റ്റിക്സ് അളക്കുന്നതിനുള്ള അവരുടെ എക്യുപ്മെന്റ്സ് ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ശബ്ദം കൂടി പിടിച്ചത് കൊണ്ടാണ് ഇത് 200 മീറ്ററിലേക്ക് പോയതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് സെൻട്രൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടാണ്. ഇത് വയനാടിന്റെ ടോപ്പോളജിയാണ്. അത് ചുറ്റും മലകള്, കാട്. ഇത് മുഴുവൻ കാടൊന്നും ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം ഉണ്ടാവുകയില്ല. അത് വേറൊരു കഥയാണ്. അപ്പൊ നടുക്കൊരു പ്ലാറ്റ്ഫോമാണ് അത്. പക്ഷെ ടേബിൾ ടോപ്പ് പോലെയൊന്നുമല്ല, നിമ്നോന്നതങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എവിടെയും കല്ല് പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. ഇടക്കല്ല് പൊട്ടിക്കണോ, തോരി പൊട്ടിക്കണമെന്നോ, കൊളകപ്പാറ പൊട്ടിക്കണമെന്നോ, ഫാൻഡം ഡോഗ് പൊട്ടിക്കണമെന്നോ ഒരു മനുഷ്യൻ തലയ്ക്ക് വെളിവുള്ള ഒരാളും പറയില്ല. പറഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കില്ല. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് കല്ല് അവൈലബിൾ അല്ലേ, അത് ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അതോ നാട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഉള്ളത്, മാഫിയയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. 5000 റിസോർട്ടുകളുണ്ട് അത്രേ വയനാട്ടിൽ. അനധികൃതം കൂടി ചേർക്കുമ്പോൾ പഞ്ചായത്ത്, ഭയങ്കര പഞ്ചായത്ത്. 5000 റിസോർട്ട് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇത് മുഴുവൻ അങ്ങ് ഒലിച്ചു പോകും. 2011 സെൻസസ് അനുസരിച്ച് വയനാട്ടിൽ 1,83,000 വീടുകളുണ്ട്. അതിൽ പലതും വലിയ വീടുകളാണ്. അപ്പൊ ഇനി അങ്ങനത്തെ വീടുകൾ ഇവിടെ പണിയില്ലേ? അങ്ങനത്തെ വീടുകൾ വന്നാൽ ഇത് ഒലിച്ചു പോകും. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു വലിയ വീട് മാത്രമാണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. 2024 വയനാടിന്റെ LSGD പ്ലാനിംഗ് വിങ് ഒരു സർവേ നടത്തുകയുണ്ടായി റെസ്പോൺസിബിൾ ടൂറിസത്തിനെ കുറിച്ച്. അവർ കണ്ടെത്തിയത് 2764 താമസ സങ്കേതങ്ങളാണ്. അതിൽ 1040 എണ്ണം അവർ സർവേ നടത്തി, 1438 എണ്ണം അവർ സന്ദർശിച്ചു, 116 എണ്ണം നെറ്റിൽ മാത്രമേ ഉള്ളൂ, ഭൂമുഖത്ത് ഇല്ല.
അതിനെ അവർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റിസോർട്ടല്ല, ഇത് മുഴുവൻ ഹോം സ്റ്റേ, സർവീസ്ഡ് വില്ല, ക്യാമ്പിംഗ്, ഹോട്ടൽ, ലോഡ്ജ്, റെസിഡൻസി ഒക്കെ. ഈ ഹോം സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹോമാണ് ശരിക്കും. ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ പകുതിയിൽ ലൈസൻസും പല ലൈസൻസും വേണ്ടതാണ്, എല്ലാം ഒന്നും ഇല്ല എന്നുള്ളത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ടൊന്നും അല്ലാതെ. റിസോർട്ട്സ് 24% ഉള്ളത്. ഇത് മുഴുവൻ വനത്തിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രചരണം. വനത്തിലൂടെ മാത്രം സഞ്ചരിച്ചെത്താവുന്നവ 4%, വനാതിർത്തിയിലൂടെ സഞ്ചരിച്ചെത്താവുന്നവ 1%, 2% ഭാഗികമായി വനാതിർത്തിയിലൂടെ, ബാക്കി പുറത്താണ്. വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് റിസോർട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ചില ഗ്രാമങ്ങൾ വനത്തിൻ്റെ ഉള്ളിലാണ്. ചേകാടി, പിന്നെ മറ്റേ വടക്കനാടൊക്കെ വനത്തിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ വനത്തിലൂടെ ഫോറസ്റ്റുകാരുടെ അനുവാദത്തോടു കൂടിയാണ് പോകുന്നത്. അനുവാദം ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കുക? മുത്തങ്ങയിൽ നിന്ന് നിങ്ങളൊന്ന് കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയോ മൂത്രം ഒഴിക്കുകയോ ചെയ്തു നോക്കും. വണ്ടി അവർ കൊണ്ടുപോകും, ക്യാമറ അവർ കൊണ്ടുപോകും. അവരെ കണ്ണിപ്പെട്ട പിന്നെ ഊരി കിട്ടണമെങ്കിൽ നല്ല പണിയാണ്. അത്ര ഇപ്പം അവരെന്താ, ഫോറസ്റ്റുകാർക്കുള്ള അധികാരങ്ങൾ വിപുലപ്പെടുത്താനുള്ള നിയമം കേരള നിയമസഭ പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ കാട്ടിൽ കൊണ്ടുപോയിട്ട് റിസോർട്ട് പണിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരായിരിക്കും അതിന് ഉത്തരവാദി എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഇനി ഇതിൻ്റെ എക്സ്റ്റെൻഡ് അവർ പഠിച്ചിട്ടുണ്ട്. 52% 1 ഏക്കറിന് താഴെയുള്ള പ്രോപ്പർട്ടിയാണ്. 1 ഏക്കർ മുതൽ 10 ഏക്കർ വരെയുള്ള 33%. ഓഫ് കോഴ്സ് അത് വലിയ പ്രോപ്പർട്ടിയാണ്. പക്ഷെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രോപ്പർട്ടി അല്ല, ടിപ്പിക്കലി ലാർജ് എക്സ്റ്റെന്റ് അല്ല. കാരണം 40% ഇവിടെ എസ്റ്റേറ്റ് ആണ്. അതിന്റെ ഏരിയ എത്രയാ? 100, 500, 1000 ഒക്കെയാണ്. അപ്പൊ അതിൽ ഈ 10 ഏക്കർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കലി ലാർജ് എക്സ്റ്റെന്റ്. എന്നാലും ഉണ്ട്, 10 ഏക്കറിന് മുകളിലുള്ളതും ഉണ്ട്. 5% അതിന്റെ വിസ്തീർണം, തറ വിസ്തീർണവും കണക്കാക്കിയിട്ടുണ്ട്. 1000 അടി വരെ, 2500 അടി വരെ, 10000 അടി വരെ. അത് വലുതാണല്ലോ. 10000 അടിയിലെ വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ 10000 അടി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് ഒരൊറ്റ കൺസ്ട്രക്ഷൻ ആയിരിക്കില്ല പലതും. ഹണിമൂൺ കോട്ടേജസ്, ട്രീ ഹട്ടുകൾ, ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇറ്റലിയിൽ നിന്ന്, പിന്നെ ഇവർ പറയുന്നുണ്ടല്ലോ, അലക്സാണ്ടർ ഡ്യൂമാസ് പറയുന്ന ഒരു ഇറ്റാലിയൻ ബാൻഡിറ്റ് ഒന്നും വന്നിട്ടല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ 60% കേരളത്തിലെ പിള്ളേരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് പിള്ളേര്? ഹോട്ടൽ മാനേജ്മെന്റ്, എഞ്ചിനീയറിങ്, പിന്നെ MBA ഒക്കെ പഠിച്ച, ഇത് 2 ഒക്കെ പഠിച്ച ആളുകളുണ്ട്. 5000 രൂപ ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്നത്. അവരെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവർ പ്രകൃതിയോടെ ആണെങ്കിൽ അവരൊരു ഐഡിയ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ 52%. ഓഫ് കോഴ്സ് വമ്പന്മാരും ഉണ്ട് ഇവിടെ. അത് നമ്മുടെ നാട് മുതലാളിത്ത രാജ്യമാണ്. പണം മുടക്കാൻ ആളുകൾ വരും, അതൊന്നും തൊഴിലുണ്ടാവും. അങ്ങനെയാണ് രാജ്യം പോകുന്നത്. പക്ഷെ നിയന്ത്രണങ്ങൾ വേണ്ടടുത്ത് നമുക്ക് നിയന്ത്രണം വേണം. ഈ പൊട്ടിയെടുത്ത് പോയി നോക്കിയാണ്ടല്ലോ, ജസ്റ്റ് വിത്ത് മിയർ എ ലുക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് മാൻമെയ്ഡ് അല്ല എന്ന്. എക്സ്ട്രീം ഫ്യൂറിയാണ് അവിടെ നടക്കുന്നത്. എങ്ങനെയാണ്? നമ്മുടെ ഫിസിക്സിന്റെ നിയമങ്ങൾക്കൊന്നും ഇതിനെ വിശദീകരിക്കാൻ അത്ര എളുപ്പമൊന്നും കഴിയില്ല. ആ ദൂരെ കാണുന്ന മലയുടെ നെഞ്ച് പൊട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അത് 15-20 മീറ്റർ ഉയരത്തിലേക്കാണ് 100 ടൺ 50 ടണ്ണൊക്കെ ഉള്ള ബോൾഡറുകൾ തെറിച്ച് വന്നിട്ടാണ് പിന്നെ ഈ ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. ജസ്റ്റ് എ ലുക്ക്, അത് പറയാൻ കഴിയും. റിസോർട്ടൊന്നും കൊണ്ട് പണിതാല് അത് സാധിക്കില്ല. മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാത്ത ഒരു പ്രദേശമാണത്, ഡീപ്പ് ഫോറസ്റ്റ് ആണത്. എന്നിട്ടാണ് റിസോർട്ടാണ് ഇത്. മുമ്പ് അവിടെ ഒരു ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരം. ഇത് കണ്ടില്ലേ, ആ ടോപ്പില് ക്ലൗഡൊക്കെ മൂടിക്കിടക്കുന്ന പ്രദേശത്താണ് അതിന്റെ ടോപ്പ് ഉള്ളത്. അവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പിളർന്നത്. ഇനിയിപ്പോ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് 19 നിലയൊക്കെ ഉള്ളത് നിൽക്കുന്ന പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പരിസ്ഥിതി സ്നേഹികളും കൂടെ പറഞ്ഞില്ലേ, അവനെ ക്രൂശിക്കുക എന്ന്. മരടില് 3 എണ്ണം നമ്മൾ പൊട്ടിച്ച. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയണമെന്നേ. അത് ഇപ്പോ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പേരിൽ വയനാട്ടിന്റെ മൊത്തം അന്നം മുടക്കണം എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ അപരാധമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോകത്തിലെ 334 മില്യൺ ആളുകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഗ്ലോബൽ GDPയുടെ 10.5% ടൂറിസത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇവർ പറയുന്നത് ടൂറിസം വയനാടിന്റെ സംസ്കാരം നശിപ്പിക്കുന്നതാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കേണ്ട ഒരു സാധനമാണോ? ഗ്ലോബലി അത് സമന്വയമല്ലേ നടക്കേണ്ടത്? ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെക്കേണ്ട ഒരു സാധനമാണോ സംസ്കാരം? അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടയ്ക്കണം, ചുരത്തിലൂടെ ഗതാഗതം നിയന്ത്രിക്കണം, തുരങ്കപാത പാടില്ല, ബദൽ റോഡുകൾ പാടില്ല.
എന്നിട്ടോ ഇനി താഴെ ബാക്കിയുള്ള കാര്യങ്ങളിൽ യാത്രാ നിരോധനം പകലേക്ക് കൂടി വ്യാപിപ്പിക്കണം, വനവിസ്തൃതി 60% ആക്കണം, ബ്രസീലിന്റെ കണക്കിലേക്ക് പോകണം, വയനാട് കടുവ സങ്കേതമാക്കണം എന്നൊക്കെ ഇവർ മുൻപ് പലരും മാറി മാറി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം? വയനാടിന്റെ നഷ്ടപ്പെട്ടു പോയ മഹത്തായ കാർഷിക സംസ്കൃതി പുനരുജ്ജീവിപ്പിക്കണം. എങ്ങനെ? ജൈവകൃഷിയിലൂടെ. അതാണ് ഇവർ ഇപ്പൊ പറയുന്ന സൊല്യൂഷൻ. ഇത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വെച്ച ഒരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടാണ്. കർഷകന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 27 രൂപയാണ്. അപ്പൊ ഈ ബ്രസീലുകാർ ശ്വാസകോശം സംരക്ഷിക്കുന്നത് പോലെ ഇവിടുത്തെ കർഷകനാണ് ഈ ശ്വാസകോശം സംരക്ഷിക്കുന്നത്. അവന് 27 രൂപയാണ് കിട്ടുന്നത് എന്ന് ഓർക്കണം ദിവസം. ഇന്ത്യയിലെ പരമാവധി മാക്സിമം കർഷകർ മാർജിനൽ ഫാമേഴ്സാണ്, വേറെ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. കേരളത്തിലും അത് തന്നെയാണ് ആളുകൾ ചെയ്യുന്നത്. എസ്റ്റേറ്റുകൾ വരെ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ളത് പന്നി, ആന, മാന്, കാട്ടുപോത്ത്, കാട്ടാട് കൊണ്ടുപോകും. മോളില് കുരങ്ങ്, പിന്നെ മയില്, മലയണ്ണൻ, വവ്വാല് കൊണ്ടുപോകും. ഇങ്ങനെ വലിയൊരു തെങ്ങിന്റെ മുകളിൽ ഞാൻ നോക്കി നിൽക്കുക. കുരങ്ങന്മാർ കയറി ഒരിടത്തുനിന്ന് മച്ചിക പറിച്ചിടുന്നു, ഒരു തേങ്ങ പറിച്ചിടുന്നു, ഒരിടത്തുനിന്ന് പൂങ്കുല പറിച്ചിടുന്നു. അത്രയും ഉയരത്തിലേക്ക് കല്ലെടുത്തെറിയാൻ എനിക്ക് പറ്റില്ല, ഞാൻ വീണുപോകും. അവര് എന്നെ കളിയാക്കുക ഇത് പിടിച്ചിട്ട്. ഞാൻ കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ കുരങ്ങനെ 1ാം ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അറിവിന് വേണ്ടി പറയാണ്, ആരെങ്കിലും കുരങ്ങിന്റെ നേരെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർഷം, അത് കഷ്ടാലത്തിന് വീട് ചത്തുപോയ 7 വർഷം ജയിലിൽ പോകേണ്ടി വരും. ഈ റീസസ് മാക്കോ എന്ന് പറയുന്ന ഈ കുരങ്ങനുണ്ടല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ്. അത് IUCNന്റെ കണക്കിൽ ലീസ്റ്റ് വൾണറബിളും എവിടെയും സർവൈവ് ചെയ്യാൻ കഴിയുന്ന ജീവിയാണ്. അതിനെ നമ്മൾ 1ാമത്തെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ പിന്നെ റിസോർട്ടിന്റെ ആളുകളാണോ അവിടെ വന്ന് താമസിക്കുന്നത്? ഈ ചൂരൽമലയിൽ 1907 മലയാളം പ്ലാന്റേഷൻസ്, അതായത് ആരാണ്? UK ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ആണ് 1907 മലയാളം പ്ലാന്റേഷൻസ് സൗത്ത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. അതിന് എത്രയോ മുമ്പ് അവിടെ കൃഷിയുണ്ട്. 1850 അവിടെ കൃഷിയുണ്ട്. സ്വർണം തേടി വന്ന സായിപ്പ് സ്വർണം കിട്ടാതെ നിരാശനായി പോകാതെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഈ തേയിലയുടെ ഐഡിയ കിട്ടുന്നത്. അന്ന് തുടങ്ങിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മനുഷ്യരാണ്. പാർക്കാൻ ഇടമില്ലാതെ തൊഴിൽ തേടിയ മനുഷ്യരാണ് അവിടെ. റിസോർട്ട് മാഫിയ ഒന്നും അല്ല അവിടെ ഉള്ളത്. ഇത് ഡാർജിലിംഗ് ആണ് കേട്ടോ, കറക്റ്റാണ്. ഇവിടെ ഏതാനും പഞ്ചായത്താണ് അങ്ങനെ ഉള്ളതെങ്കിൽ ഡാർജിലിംഗ് ഒരു ജില്ല മുഴുവൻ ഇങ്ങനെയാണ്. ഇതേ ഹിസ്റ്ററിയാണ് അവിടെ ഉള്ളത്, ഇതേ കൃഷിയാണ് അവിടെ ഉള്ളത്. ടൂറിസം തന്നെയാണ് ഏറ്റവും വലിയ വരുമാനം. 1 ഇഞ്ച് ഭൂമി നിരപ്പായ സ്ഥലത്ത് കാണാനുണ്ട്. മുഴുവൻ 45 ഡിഗ്രി അല്ലേ ഇവിടെ ചെരുവ് പറയുന്നത്, 90 ഡിഗ്രിയിൽ ചെരിച്ച ഒരു കെട്ടിടവും നിങ്ങൾക്ക് അവിടെ ഭാഗ്യം പോലെ കാണാനില്ല. ഇതൊക്കെ വിക്കിപീഡിയ എന്നുള്ള ചിത്രമാണ്. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കണമെന്ന് ഞാനും തീരുമാനിച്ചു. അതായത് 3 കാര്യങ്ങളാണ് ഈ വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തിലെ ഏറ്റവും കുറച്ച്, ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് ചരിഞ്ഞ ഭൂമി, നിരപ്പുള്ള ഭൂമി കുറഞ്ഞ സ്ഥലം, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന സ്ഥലം. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കാൻ കരുതി. 2-3 മാസം മുമ്പ് ഞാൻ പോയിരുന്നു. ചിത്രങ്ങൾ കുറെ എടുത്തിട്ടുണ്ട്. എല്ലാം കുന്നിന്റെ മുകളിലും കാടിന്റെ ഉള്ളിലും ചരിവിലും അവിടെ. വാലി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എവിടെയില്ല. ഇങ്ങനെ വന്നിങ്ങനെ കുത്തുക, അവിടെ കാലി ചവിട്ടാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ ഒരു അവസ്ഥ. അവിടെ ഉണ്ട് മനുഷ്യര്. ഡാർജിലിംഗിലെ 1968 ഒരൊറ്റ ദിവസം 20,000 അടുത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. എന്താ ഒരു നാടിന് ചെയ്യാൻ കഴിയുക? 20,000 അടുത്ത് ഉരുൾപൊട്ടിയാൽ ആയിരക്കണക്കിന് ആളുകളാണ് പോയത്. ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഈ തോരിമലയിലും ഈ വയനാട്ടിലും മേപ്പാടി പഞ്ചായത്തിലും മാത്രമുള്ള ഒരു സാധനമാണെന്നാണ് പൊതുവെ. ഇത് വേൾഡ് ബാങ്കും നാസയും ഗ്ലോബൽ ഡിസാസ്റ്റർ റിഡക്ഷൻ ഏജൻസിയും കൂടി ചേർന്നിട്ടുള്ള ഒരു മാപ്പാണ്. ആ ലോകത്തെല്ലായിടത്തും ഈ ചുമന്ന് കിടക്കുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വർഷം മഴ മൂലം 4 ലക്ഷം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഭൂമി കുലുക്കം മൂലം 1,30,000 ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതാണ്. ഇത് ജപ്പാനാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണ്ണ് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് അവിടെ. 75% ഭൂമിയും കടും തൂക്കായ മലനിരകളാണ്. 25% എന്ത്? നിരപ്പ്. അതെവിടെയാ? 5000 ദ്വീപുകളുണ്ട്. അതിൽ 443 മനുഷ്യരുണ്ട്. കടലോരമാണ് 35,000 കിലോമീറ്റർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടലോരമുള്ള അമേരിക്കയിലാണ്, 95,000 കിലോമീറ്റർ. ഇവിടെ 35,000. അതായത് പിശാചിനും കടലിനും ഇടയ്ക്കാണ് അവർ ജീവിക്കുന്നത്. താഴെ എന്താ സ്ഥിതി?
റിംഗ് ഓഫ് ഫയർ, ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ മേഖലയുടെ മുകളിലാണ് ഈ ആർക്കിപ്പലോഗ് സ്ഥിതി ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭൂമി കുലുങ്ങും, സുനാമി ഉണ്ടാകും. 70 സജീവമായ അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൻ്റെ മുകളിലല്ലേ അവർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ എക്കോണമി പണിതിട്ടുള്ളത്. അവിടെയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളുള്ളത്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശം അവിടെയല്ലേ. അവരെങ്ങനെയാണ് അവിടെ ജീവിക്കണേ? ഇട്ടിട്ട് ഓടാൻ പറ്റുമോ? അവർ ഓരോ ഭൂചലനങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ അതിനെ പഠിക്കും, ചിട്ടപ്പെടുത്തിയിട്ട് ഇതിനെന്താ പ്രത്യേകത. എന്നിട്ട് ഒരു ബുക്കർക്ക് അത് 1980 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കും. ഓരോ വർഷം ഉണ്ടാകുന്നതിന് ചേർത്ത് എന്നിട്ട് അവിടുത്തെ കൃഷി രീതികൾ, അവിടെ നിർമ്മാണ രീതികൾ, അവിടെ പ്രതിരോധ മാർഗങ്ങൾ, ജനങ്ങൾക്ക് ബോധവൽക്കരണം, മോക്ക് ഡ്രില്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആളുകൾ താമസിക്കുകയാണ്. അത് ഈ ലോകത്തിൽ പല സ്ഥലത്തും ജനങ്ങൾ ജീവിക്കുന്നത് അങ്ങേയറ്റം ദുരിതപൂർണമായ പ്രദേശങ്ങളിലാണ്. അത് കാഴ്ച കാണാൻ പോയി താമസിക്കുന്നതല്ല, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അവരവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റില്ല. ഇനി ഏറെ അപകടമുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അവിടുന്ന് പുനരധിവസിപ്പിക്കണം. അതിനിപ്പോൾ നമ്മൾ അപകടം ഉണ്ടായടുത്ത് പോലും നമുക്ക് എന്ത് സാധിച്ചിട്ടില്ല, പുനരധിവാസം തുടങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ആളുകളെ മുഴുവൻ ഇറക്കി വിട്ടാൽ ഇവരെവിടെ പോകും? ഇത് ബേസ് ചെയ്തിട്ട് ഇന്ത്യയിലും ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നെറ്റിൽ കിടക്കുന്നുണ്ട്. ഇത് മറിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ ഓരോ ജില്ലകളിലും ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡിന്റെയും പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചുള്ള ഒരു ഏതാണ്ട് രൂപം നിങ്ങൾക്ക് കിട്ടും. റിമോട്ട് സെൻസിങ്ങും ISRO ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒറ്റ സെന്റൻസും കൂടി, പാത്വേസ് ഔട്ട് ഓഫ് പോളി ക്രൈസിസ് എന്ന പുസ്തകത്തിൽ വേൾഡ് ബാങ്ക് പറയുന്ന കാര്യം ഇതാണ്. 1990കളിലാണ് ആഗോളതാപനം സ്ഥിരീകരിച്ചത്. അതൊരു പുതിയ ഇഷ്യൂ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചെറുത്ത് നിൽക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പുള്ള പരമ്പരാഗതമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ പുനഃപരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ സമയം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരിക. കിട്ടിയ അവസരം ഉപയോഗിച്ചതാണ്. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി, നമസ്കാരം.